ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 10ാമത്തെ ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്, മാത്സിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠന ശാഖയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെഡിയാണല്ലോ? നമുക്ക് ഇനി 9th-ലും 10th-ലും +1 +2 ഡിഗ്രി ലെവലുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, സ്റ്റാറ്റിക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനൊക്കെ പറ്റുന്ന ഒരു പഠന ശാഖയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. കഴിഞ്ഞ വർഷം നമ്മൾ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്, ഗ്രാഫ് വരയ്ക്കാനും ഒക്കെ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളാണ്. ചിത്രരൂപത്തിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം പഠിച്ചത് 7th സ്റ്റാൻഡേർഡിൽ. ഈ വർഷം സ്റ്റാറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കുറച്ച് ഡാറ്റകൾ തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അസൈൻമെന്റ് വർക്ക് പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കൊരു ഡാറ്റ തന്നിട്ട് അതിന് ടാബുലേഷൻ ചെയ്തിട്ട് തന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഓരോരോ കളക്ഷൻ ഉണ്ടാക്കും, ഓരോ ഡാറ്റ കളക്ഷൻ ഒക്കെ ഉണ്ടാക്കാം. നമ്മൾ വീട്ടിലൊക്കെ വരാറുണ്ടല്ലോ. അതൊക്കെ എന്താണ്, അവര് ഡാറ്റ ഒക്കെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് ഒരു ടാബുലേഷൻ വർക്ക് ചെയ്തിട്ട് ഒരു എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡിലൊക്കെ ഓർഡർ ആക്കി വെക്കും. നമുക്ക് നമ്മുടെ ക്ലാസ്സിലൊക്കെ ചെയ്യാൻ പറ്റും. മാർക്കുകളുടെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ ഗ്രാഫ്. അതായത് ഇപ്പൊ ഒരു ആദിത്യ എന്ന് പറയുന്ന പയ്യന് 50 മാർക്കിന്റെ എക്സാം നടത്തുമ്പോൾ ഒരു 40 മാർക്ക് ഉണ്ടെങ്കിൽ അവരുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കും. ഒരു എന്താണ് ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിക്ക് 25 മാർക്സ് ആണ് ഗ്രാഫ് കുറഞ്ഞു നിൽക്കും. അപ്പൊ കാണുമ്പോൾ തന്നെ രസമാണ്. 10-30 ആളുകളുടെ ഗ്രാഫ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേബുലേഷൻ ആണ്, പട്ടികപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിലെ 44 സ്റ്റുഡൻസ് എന്ത് ചെയ്യാണ്, അവർ സ്കൂളിലേക്ക് ട്രാവൽ ചെയ്യുന്ന കിലോമീറ്റർ ഉണ്ടല്ലോ, അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഒരു ടേബിൾ തയ്യാറാക്കാനാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കുറച്ച് ഡാറ്റാസ് തന്നിട്ട്. അപ്പൊ ഞാൻ ആ ടേബിൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കോളത്തിലാണ് കിലോമീറ്റർ എന്ന് കൊടുത്തു. സെക്കൻഡ് കോളം ടാലി മാർക്സ്, തേർഡ് കോളം നമ്പർ ഓഫ് ചിൽഡ്രൻ. എന്താ ഈ ടാലി മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടയാളം എന്ന് പറയും. നമ്മൾ ചില ഗെയിമുകൾ കളിക്കുമ്പോൾ ബോർഡിൽ ഇങ്ങനെ രേഖപ്പെടുത്താറുണ്ട്. അതായത് ഇപ്പം 2 കിലോമീറ്റർ ദൂരത്തു നിന്നും വരുന്ന 5 കുട്ടികളാണുള്ളത്. അപ്പം 1 2 3 4 5 ഇതാണ് ടാലി മാർക്ക്. ഇനിയോ അതുപോലെ തന്നെ നമുക്ക് 3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് 3 കിലോമീറ്റർ ദൂരത്ത് നിന്ന് എത്ര കുട്ടികളുണ്ട്, 11 സ്റ്റുഡൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 2 3 4 5 വരുമ്പോൾ മാർക്ക് ചെയ്യണം. 6 7 8 9 10 പിന്നെ 11. റെഡി ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ടാലി മാർക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ടേബിൾ തയ്യാറാക്കുക. ഇതിലൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ടാലി മാർക്സുകളൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് A B C D എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തരും. അപ്പൊ അതിന്റെ ആൻസറുകൾ എന്താണെന്നുള്ളത് നോക്കുക. അപ്പൊ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത് 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് വരുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് ചോദിക്കും അല്ലെ. 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്, 6. അങ്ങനെ ക്വസ്റ്റിന്റെ ആൻസർ ആണോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും താഴെ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ, ഈ ഒരു ഗ്രാഫിൽ, ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കിയിട്ട് അതിന്റെ ആൻസറൊക്കെ നോട്ട് ചെയ്യുക. തന്നിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമത് വരുന്നത് ക്ലാസ് ആയിട്ടാണ്. റെഡി ആണല്ലോ? അപ്പൊ ഇതെല്ലാവരും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ബുദ്ധിമുട്ടുള്ള ആളുകൾ ചോദിക്കും. ഓക്കെ, അതിലെ സെക്കൻഡ് സെക്ഷനിലേക്ക് വരികയാണ്. അതിൽ അടുത്തത് ക്ലാസ്സുകളായിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ, ക്ലാസ്സുകളായിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൽ വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡാറ്റകളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 2 3 4 അങ്ങനെയൊക്കെ എഴുതി വരാൻ പറ്റും. ഒരു കൂട്ടം ഒരുപാട് ആവുമ്പോഴാണ് നമ്മൾ ഈ ക്ലാസ്സുകളെ പരിഗണിക്കുക. അപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ സ്കൂളുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പം ഒരു 500 കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ 500 കുട്ടികൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യില്ല. ഓരോ ക്ലാസ്സിലായിട്ട് 10th A എത്ര കുട്ടികൾ, 10th B എത്ര കുട്ടികൾ, 8th A എത്ര കുട്ടികൾ, 8th B ഒരു ടീച്ചർക്ക് ഒരു 35 സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ തരം തിരിച്ചു വെക്കും, ക്ലാസ്സുകളാക്കി തിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ടാവുമ്പോൾ, ഒരു കൂട്ടം ഒബ്സർവേഷൻസ് ഉണ്ടാവും, നമ്മൾ എന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും, വേർതിരിച്ച് നിർത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകളാക്കി മാറ്റും. റെഡി ആണല്ലോ? അപ്പൊ അത്രയേ ഉള്ളൂ. 20 to 25 നമ്മൾ ആ ഡാറ്റ നിങ്ങൾ നോക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ക്ലാസ്സിലെ കേസിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഓക്കെ, ടെമ്പറേച്ചർ ഉള്ള പ്രോബ്ലം. ഓക്കെ ആണല്ലോ? അപ്പൊ 20 to 25 20ന്റെയും 25ന്റെയും ഇടയിൽ വരുന്ന 2 ആളുകളാണ് അതിലുള്ളത്. 23 ആണുള്ളത് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് 20ന്റെയും 20ന്റെയും ബിറ്റ്വീൻ 2 ആളാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ടാബുലേഷനിൽ ഇങ്ങനെയല്ലേ കൊടുക്കേണ്ടത്, ടാലി മാർക്സിൽ ഇങ്ങനെയല്ലേ കൊടുക്കേണ്ടത്. അതിൽ ഇനി ആ ഡാറ്റയിൽ 25 ഉണ്ട്. 25 ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ 20 to 25 ഉൾപ്പെടുത്താം, പ്രശ്നമില്ല. പക്ഷെ പിന്നത്തെ കേസിൽ പടി അത് കൊടുക്കാൻ പാടില്ല, അതേ ഉള്ളൂ.
അപ്പൊ ഞാനിവിടെ 20-ന്റെയും 25-ന്റെയും ബിറ്റ്വീനിൽ രണ്ട് 23 ഉള്ളത് കൊണ്ട് ഞാൻ 2 കൊടുത്ത് 25 ഇതിലേക്ക് എടുക്കാൻ വേണ്ടിട്ട്. ഇനി നോക്കി 25 to 30 വരെ. അപ്പൊ 30 ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല, 30 അടുത്തതിലേക്ക് ഉൾപ്പെടുത്തുള്ളൂ. ഓക്കെ, റെഡി? ഇതിൽ ഉൾപ്പെടുത്താൻ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ ടേബിൾ കംപ്ലീറ്റ് അങ്ങനെ തന്നെ പോകണം. റെഡി? ഓക്കെ, അപ്പൊ 25 to 30. അപ്പൊ 25 ഇതിലുണ്ട്. റെഡി? അപ്പൊ 11 1 2 3 4 5 6 7 8 9 10 11. റെഡി? ഇനി അതുപോലെ തന്നെ അടുത്ത് 30 to 35. 30 ഇതിൽ ഉൾപ്പെടും, 35 പെടില്ല, 34 വരെ. അപ്പൊ എന്ത് വരും? 1 2 3 4 5 6 7 8 9 10. റെഡി ആണല്ലോ? ഇങ്ങനെയാണ് ടേബിൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊക്കെ 10 അടുത്തൊരു 10 ആണെങ്കിൽ 1 2 3 4 5 1 2 3 4 5 അടുത്ത 6 1 2 3 4 5 1 അടുത്ത 1. റെഡി ആണല്ലോ? ഇതാണ് ക്ലാസ്സുകളായിട്ട് തിരിക്കുന്ന കേസ്. ഇനി 9th-ലും ഉണ്ട് ഇതിന്റെ ബാക്കി പഠിക്കാൻ, 10th-ലും ഉണ്ട്. 9th-ൽ മീനാണ്, ആവറേജിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. 10th-ല് മീൻ ആൻഡ് മീഡിയൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? ഇതാണ് സെക്കൻഡ് സെക്ഷൻ ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആൻസർ ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പൊ 2 സെഷൻ ആയി കഴിഞ്ഞു. റെഡി? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് എന്താണ്? ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ. ഹിസ്റ്റോഗ്രാം ഗ്രാഫിക്കലായിട്ട് എന്താണ്? പിക്ചറൈസ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? ഇപ്പൊ വലിയ ഡാറ്റകളെയൊക്കെ ഒരു ചിത്ര രൂപത്തിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മുടെ ക്ലാസ് റൂമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മാർക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ്സിന്റെ കുട്ടിക്ക് ഇത്ര ഗ്രാഫ്, ഇത്രയാണ് അവന്റെ സ്റ്റാറ്റസ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുകളിൽ, ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ സ്റ്റാറ്റിയുടെ എന്താണ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ സ്റ്റാറ്റി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ. റെഡി ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്കൊരു നമ്മുടെ എന്താ പറയാ ഒരു ഓട്ട മത്സരത്തിൽ എന്ത് ചെയ്യാണ്? ഓടിയെത്തിയ കുട്ടികളുടെ ടൈമുകളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് വെച്ചിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത്? ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ നോക്ക്, 10 to 30 മിനിറ്റ്സിനുള്ളിൽ ഓടിയെത്തിയിട്ടുള്ള 2 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ അവരുടെ ഗ്രാഫ് നമ്മൾ എങ്ങനെ വരയ്ക്കുക? ഇതാണ് 10, ഇതാണ് 13. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 കുട്ടികളാണുള്ളതെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ y ആക്സിൽ ഞാൻ നമ്പർ ഓഫ് ചിൽഡ്രൻ എടുത്തു, x ആക്സിൽ ഞാൻ എന്തെടുത്തു? ടൈം കൊടുത്തു. റെഡി ആണല്ലോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് 10 മിനിറ്റിൽ എത്ര കുട്ടികളാണ്? 10-ന്റെയും 30-ന്റെയും ബിറ്റ്വീനിൽ ഓടിയെത്തിയ കുട്ടികൾ 2ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കൊടുത്തൂടെ? ഇതാ 10 to 13 ഞാൻ ഇങ്ങനെ ചിത്രീകരിച്ചു. റെഡിയാണ്? 2 ആളുകൾ. ഇനി 13 to 16 13 16 5 ആണ്. അപ്പൊ ഇവിടെയാണ് ഗ്രാഫില് 5. അപ്പൊ എനിക്ക് ഏകദേശം ഞാൻ ഇങ്ങനെ കാണിച്ചു 13 to 16 ആണ്. റെഡി ആണല്ലോ? 16 വരെ. ഇനി നോക്ക്, 16 മിനിറ്റ്സ് ടു എന്താണ് 90 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്ത ആരൊക്കെയുള്ളത്? 12 കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾ 12 ഇവിടെയാണ് 12 ഏറ്റവും ടോപ്പിൽ. അപ്പൊ ഞാനിത് കറക്റ്റ് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയിൽ വരയ്ക്കുക. റെഡി? നേരെ 90ലേക്ക് കണക്ട് ചെയ്യുക. റെഡി ആണല്ലോ? ബുദ്ധിമുട്ടല്ല. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് 19 to 22 എത്ര കുട്ടികളാണ്? 8 സ്റ്റുഡൻസ് ആണ്. അപ്പൊ 8 ഇവിടെ 8 നോക്കുക, 8 ഏകദേശം ഇവിടെയാണ്. നേരെ എന്ത് ചെയ്യുക? നേരെ നിങ്ങൾ വരച്ചു കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് 22 to 25 3 സ്റ്റുഡൻസ് ആണ്. 22 3 ആണ്. അപ്പൊ നോക്ക് 3 ഇവിടെ ഏകദേശം ഇവിടെ ഒക്കെ നിങ്ങൾ വൃത്തിയിലെ ഗ്രാഫോ അല്ലെങ്കിൽ ക്രയോൺസ് ഉപയോഗിച്ചിട്ടോ പെൻസിൽ കളർ ഉപയോഗിച്ചിട്ടോ ഷെയ്ഡൊക്കെ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്ന നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. ഡബിൾ ഗ്രാഫ് ആയിട്ട് വരയ്ക്കാൻ ചോദിക്കുന്നത് ലാസ്റ്റ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? 2 ആയിട്ട് ഒരുമിച്ച് എന്ത് ചെയ്താൽ മതി? വരച്ചു കൊടുത്താൽ മതി. ഒരുമിച്ച് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. 9th-ലും 10th-ലും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ മുഴുവൻ ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ നന്നായിട്ട് ഇരുന്നിട്ട് പഠിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക? എടുത്തെടുത്ത് ന്യൂസ് പ്രിന്റിൽ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ? ബാക്കി നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു എപ്പിസോഡിലൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണല്ലോ? എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു.